ദയവ് ചെയ്ത് നിങ്ങൾ ജിമ്മിൽ പോകരുത്. ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ജിമ്മിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടം, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് കാര്യം, നോ മോർ സിംഗിൾ ലൈഫ്. അതായത് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ 100% നമ്മളെ ബോഡി ട്രാൻസ്ഫോം ആകും. നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സ് നമ്മളുമായിട്ട് അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എന്തിനാ വെറുതെ, സിംഗിൾ ലൈഫ് അല്ലേ ബെറ്റർ. സെക്കൻഡ് പോയിന്റ്, മോർ റെസ്പെൻസ്. അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് എന്നൊക്കെ പറയുന്നത് വെറും വേസ്റ്റ് ആണ്, നമുക്ക് ശരീരത്തിന് യാതൊരു ബെനിഫിറ്റും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങും. ഈ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തിനാ വെറുതെ, നമുക്ക് എന്തെങ്കിലും കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയാൽ പോരെ. തേർഡ് പോയിന്റ്, അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഫിസിക്കലി മാത്രമല്ല മെന്റലി ഭയങ്കര സ്ട്രോങ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തോന്നും. നമുക്ക് റീൽസ് ഒക്കെ കണ്ട് കിടന്നുറങ്ങി ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്നില്ല നല്ലത്.